ഇന്ന് ബോക്സ് ഓഫീസിൽ 4 ദിവസങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ കേരള ആൻഡ് വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഇന്നലത്തെ ട്രെൻഡ് കാര്യങ്ങളെല്ലാം നാം കണ്ടതാണ്. 7,35,00,000 രൂപയാണ് ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം മൂന്നാമത്തെ ദിവസം അഥവാ ആദ്യ ഞായറാഴ്ച നേടിയെടുക്കാൻ സാധിച്ചത്. എന്നാൽ നാലാമത്തെ ദിവസം ആദ്യ തിങ്കളാഴ്ച വൻ ബോക്സ് ഓഫീസ് വേട്ടയാണ് ചിത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മണിക്കൂറിൽ 22,000-ഉം 23,000 വരെ ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ട് ആവുന്ന ഒരു ട്രെൻഡ് നമുക്ക് ഈവനിങ്ങിൽ കാണാൻ വേണ്ടി പറ്റി. ഇന്നലെ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 7,35,00,000 രൂപയാണ് നേടിയെങ്കിൽ നാലാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ച 6 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ കേരളത്തിൽ നിന്നും മാത്രമായിട്ട് ഈ ഒരു ചിത്രം ഉറപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ചിത്രത്തിന്റെ ആകെ 4 ദിവസത്തെ കേരള കളക്ഷൻ മാത്രം എത്തിപ്പെടാൻ വേണ്ടി പോകുന്നത് 25 കോടിക്ക് അടുത്തേക്കും ചിത്രത്തിന്റെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 75 കോടിയിലേക്കും എത്തി നിൽക്കുന്നു. വൻ ബോക്സ് ഓഫീസ് കുതിപ്പ് തന്നെയാണ് സിനിമ ബോക്സ് ഓഫീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൻ റെക്കോർഡുകളെല്ലാം ചിലപ്പോൾ ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന ചിത്രം തൻ്റെ പേരിൽ കുറിക്കാനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നുണ്ട്. കാരണം ഓണം വെക്കേഷനിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത്. ഓണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലെല്ലാം നിർണായക ദിവസങ്ങളാണ്. വൻ കളക്ഷൻ കുതിപ്പ് തന്നെ ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ നടത്തും. സെപ്റ്റംബർ 4-ാം തീയതി ചിത്രത്തിൻ്റെ തെലുങ്ക് വേർഷൻ തിയേറ്ററിൽ എത്തുന്നുണ്ട്. അതും കൂടെ അവിടെ ക്ലിക്കായി കഴിഞ്ഞാൽ വൻ വേട്ട തന്നെ വേൾഡ് വൈഡിൽ നിന്നും ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന നിവിൻ പോളി ചിത്രം സ്വന്തമാക്കും. സിനിമ കണ്ടവർക്ക് എന്ത് തോന്നി? നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ്.